10ാം ക്ലാസ് എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും 10ാം ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്ന ആ ഒരു തീരുമാനത്തിലാണ് നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. കാരണം 10ാം ക്ലാസ് കഴിഞ്ഞ് നിങ്ങളിപ്പോൾ കമ്പ്യൂട്ടർ മാത്സ് എടുത്തിട്ട് +2 കഴിഞ്ഞ് നിങ്ങൾക്ക് ഡോക്ടർ ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കില്ല. അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിൽ എവിടേക്കെങ്കിലും പോകണമെന്ന് വെച്ചാൽ നടക്കില്ല. അതേപോലെ ബയോമാത്സ് എടുത്തു കഴിഞ്ഞാൽ പറ്റില്ല എന്ന് ഞാൻ പറയില്ല. പക്ഷേ നിങ്ങൾ ബയോമാത്സ് എടുത്ത് കമ്പ്യൂട്ടർ ഫീൽഡിലേക്ക് പോകുമ്പോൾ ഇനീഷ്യലി കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം +1 +2 നിങ്ങൾ ഈ പറയുന്ന കമ്പ്യൂട്ടർ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ കൊമേഴ്സ് എടുത്തിട്ട് ഇങ്ങടേക്ക് ചാടണം എന്ന് പറഞ്ഞാലും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. സോ എനിക്ക് ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കാനുള്ളത് 10ാം ക്ലാസ്സിൽ ബോർഡ് എക്സാം ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും നിങ്ങളുടെ മനസ്സിലൂടെ നിങ്ങളുടെ തലയിലൂടെ പല വിധത്തിലുള്ള ചിന്തകളും, പല വിധത്തിൽ എന്ന് പറഞ്ഞാൽ എല്ലാ രീതിയിലും നമുക്കിനി എന്താവണം, ഇനി ഇതെടുത്താൽ ശരിയാവുമോ, ഇതെടുത്തു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്നെക്കൊണ്ട് സാധിക്കുമോ, ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് അല്ലേ, ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റാണ്, ഞാൻ +2 വരെ ICSEയിലാണ് പഠിച്ചത്, ഞാൻ പാസ്സായിട്ടുണ്ട്. അപ്പോൾ അതൊരു പ്രശ്നമേ അല്ല. നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു മനസ്സുണ്ടായാൽ മതി, ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും. പക്ഷേ നമ്മൾ പഠിത്തത്തിൻ്റെയോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ സിലബസോ കാര്യങ്ങളോ ഒന്നുമല്ല പറയണേ, ഏത് നിങ്ങൾ ചൂസ് ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ 10ാം ക്ലാസ് വരെ നിങ്ങൾ എന്തായാലും ഈ പറയുന്ന കമ്പ്യൂട്ടറും ബയോളജിയും ഫിസിക്സും കെമിസ്ട്രിയും മാത്സും എല്ലാ സബ്ജക്റ്റുകളും നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ച് കാണും. അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് മുന്നേ പാസ്സാവാൻ വേണ്ടിയുള്ളതെങ്കിലും പാസ്സാവാൻ വേണ്ടിയെങ്കിലും നിങ്ങൾ പഠിച്ച് കാണും. ഇൻ ദാറ്റ് കേസ് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഒരു കാലിബർ മനസ്സിലായിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പർട്ടിക്കുലർ സബ്ജക്റ്റിനോട് ഇൻട്രസ്റ്റ് കൂടുതലുള്ള പോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. അത് ചിലപ്പോൾ മാത്സ് ആകാം, ചിലപ്പോൾ കെമിസ്ട്രി ആകാം, ചിലപ്പോൾ ബയോളജി ആകാം, ഏത് സബ്ജക്റ്റും ആകാം. അപ്പോൾ ആ സബ്ജക്റ്റിന് ബേസ് ചെയ്തിട്ട് കുറേ ജോലി മേഖലകളുണ്ട്. ഇപ്പോൾ ബയോളജി ബയോമാത്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ മേഖലകളിലേക്ക് തിരിയാൻ പറ്റും. പക്ഷേ മെഡിക്കൽ ഫീൽഡിലേക്കായിരിക്കും കുറച്ചും കൂടി കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നല്ലത്. അതേപോലെ തന്നെ ഓരോ സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ പല പല മേഖലകൾ ഓപ്പൺ ആവുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്കിപ്പോൾ ഓൾറെഡി വിരൽത്തുമ്പിൽ ഈ പറയുന്ന മൊബൈൽ ഉള്ളതുകൊണ്ട് തന്നെ ഒന്ന് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡുകൾ, നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ ഇൻട്രസ്റ്റ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനം കിട്ടും. അതല്ല എന്നെപ്പോലെ ഞാനൊക്കെ ചെറുപ്പത്തിലെ വെറ്റിനറി തലയ്ക്ക് പിടിച്ചിടന്നൊരു ടീമാണ്. അപ്പോൾ എനിക്കറിയായിരുന്നു വേറെ ഓപ്ഷൻ ഇല്ലാന്ന്. 10 കഴിഞ്ഞ് കഴിഞ്ഞാൽ ബയോമാത്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടേക്കെങ്കിലും വെറ്റിനറിക്ക് കയറാം. ആൻഡ് ഫൈനലി എൻ്റെ ഇൻ പോളണ്ട്, യുക്രൈൻ ഒക്കെ ഉണ്ടായിരുന്നു, എന്നാലും പോളണ്ടിലെത്തി. അതേപോലെ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു പർട്ടിക്കുലർ പ്ലാൻ നിങ്ങൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങോട്ട് എക്സിക്യൂട്ട് ചെയ്യുക. അതിപ്പോൾ ബയോമാത്സ് എടുത്തിട്ടായാലും ശരി, കമ്പ്യൂട്ടർ മാത്സ് എടുത്തിട്ടായാലും ശരി, കൊമേഴ്സ് എടുത്തിട്ടായാലും ശരി, ഏതെടുത്തിട്ടായാലും ശരി. ഇപ്പോൾ ചിലവരുണ്ട് പ്ലാൻ ഇല്ലാത്തൊരവസ്ഥ, ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല, ഏതെടുത്താലും കുഴപ്പമില്ലാത്തുള്ളൊരവസ്ഥ. അങ്ങനെയുള്ളവരാണെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ടു ടേക്ക് ബയോമാത്സ്. കാരണം എന്താണെന്നല്ലേ, നിങ്ങൾക്ക് 2 വർഷം കൂടി ടൈം കിട്ടുകയാണ്. അതായത് എന്ത് വേണമെങ്കിലും ചൂസ് ചെയ്യാനായിട്ട്. ബയോമാത്സ് എടുത്താലുള്ള ഒരേ ഒരു അഡ്വാൻറ്റേജ് അതാണ്, പഠിച്ചിറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് സൈഡിലേക്ക് വേണമെങ്കിലും പോകാൻ പറ്റും. ആ ഒരു അഡ്വാൻറ്റേജ് നിങ്ങളിപ്പോൾ വേറെ ഏത് ഡിപ്പാർട്ട്മെൻറ്റ് എടുത്താലും കിട്ടില്ല. അതായത് കമ്പ്യൂട്ടർ മാത്സ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു മേഖലയിലേക്ക് പോകാൻ പറ്റും. ലൈക്ക് എഞ്ചിനീയറിംഗ് മേഖലകളിലേക്കും അതേപോലെ ഡിഗ്രി ആ സെറ്റപ്പിലേക്കേ പോകാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെയാണ് കൊമേഴ്സും ഹ്യൂമാനിറ്റീസും അക്കൗണ്ട്സും അതൊക്കെ. പക്ഷേ ബയോമാത്സ് എടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ മേഖലയുണ്ടോ ആ മേഖലയിലേക്കൊക്കെ പോകാൻ പറ്റും. 99% ഓൾമോസ്റ്റ് എല്ലാ മേഖലകളിലേക്കും പോകാൻ പറ്റും. അപ്പോൾ അതാണ് ആ ഒരു കേസ്. ക്ലാരിറ്റി ഇല്ലെങ്കിൽ ബയോമാത്സ് എടുക്കുന്നതായിരിക്കും സേഫ്. കാരണം നിങ്ങൾക്ക് 2 വർഷം കൂടി ടൈം കിട്ടും എന്ത് ചൂസ് ചെയ്യണം എന്നുള്ളത്. പ്ലാൻ ഉള്ളവരാണെങ്കിൽ അതിനനുസരിച്ച് ചൂസ് ചെയ്യുക. നിങ്ങളുടെ കാലിബർ നിങ്ങൾ തന്നെ അസസ് ചെയ്യുക. നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഓഫ് സ്റ്റഡി എന്താണെന്ന് കണ്ടുപിടിക്കാൻ നോക്കുക. കാരണം നിങ്ങൾ ഇത്രയും പഠിച്ചല്ലോ, അത് വെച്ച് ചൂസ് ചെയ്യുക. പലരും നിങ്ങളുടെ അടുത്ത് അത് നല്ലതാ, ഇത് നല്ലതാ, മറിച്ചത് നല്ലതാ എന്നൊക്കെ വന്ന് പറയും. അതിലൊന്നും ഒരു കഥയില്ല. കാരണം നിങ്ങളാണ് പഠിക്കേണ്ടത്, നിങ്ങളാണ് ജീവിതം കുറച്ചും കൂടി കഴിഞ്ഞ് കൊണ്ട് നടക്കേണ്ടത്. പ്ലസ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് കുറേ കൂട്ടുകാരുണ്ടാവും 10ാം ക്ലാസ് സമയത്തൊക്കെ. സ്വാഭാവികമായും ഇഷ്ടംപോലെ കാണും. അവരുടെ ഇൻട്രസ്റ്റ് നോക്കി അവരോട് കൂടെ പഠിക്കാനുള്ള ആ ഒരു ത്വര അത് കൂടിക്കഴിയുമ്പോൾ അവരുടെ ഇൻട്രസ്റ്റ് പോലെ നിങ്ങളുടെ ഇൻട്രസ്റ്റ് കൂടി അങ്ങോട്ട് പോകും. അവിടെ നിങ്ങൾ ചിലപ്പോൾ ഇനീഷ്യലി ഇഷ്ടപ്പെട്ട് കുറച്ച് കഴിയുമ്പോൾ പ്രാന്ത് പിടിച്ച് നടക്കും. അപ്പോൾ അതും കൂടി മനസ്സിൽ വെക്കുക. എന്നിട്ട് നിങ്ങളുടെ ഇൻട്രസ്റ്റും നിങ്ങളുടെ താല്പര്യവും മാത്രം മനസ്സിൽ കണ്ട് ഏത് കോഴ്സാണോ വേണ്ടത് അത് ചൂസ് ചെയ്യുന്നതായിരിക്കും ദ ബെസ്റ്റ് ഫോർ യുവർ ലൈഫ്. അത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു കുഞ്ഞു വീഡിയോ അവസാനിപ്പിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. വേറൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യ്, ഷെയർ ചെയ്യ്, സബ്സ്ക്രൈബ് ചെയ്യ്. ഞങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുത്തു. 10ാം ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ വെറുതെ എന്തെടുക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നവർക്കൊക്കെ ക്ലാരിറ്റി ഉണ്ട്, അതുവഴി അങ്ങോട്ട് പോവുക. ക്ലാരിറ്റി ഇല്ലേ ബയോമാത്സ് എടുക്കുക, എന്നിട്ട് +2 വരെ ആലോചിക്കുക, +2 കഴിഞ്ഞിട്ട് തീരുമാനിക്കുക. പിന്നെ നിങ്ങൾ ഇത്തിരി കൂടി ഇപ്പം നിങ്ങൾക്ക് ഈ 10ാം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന സമയം ആയതുകൊണ്ട് ആവശ്യത്തിന് സമയം ഉണ്ടാവും. യൂട്ടിലൈസ് ദ ടൈം.
എന്നിട്ട് എനിക്ക് ഇത് നിങ്ങൾ ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കുക. 10ാം ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾക്ക് സീറ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ +2 ബോർഡ് എക്സാമിൽ ഒരു 75% മേലെ കിട്ടിയാലും കുഴപ്പമില്ല, അത്രയും മേടിക്കുക. നിങ്ങൾ ഇന്ത്യയിൽ പഠിക്കാനാണെങ്കിൽ കൂടുതലും ഈ പറയുന്ന എൻട്രൻസ് എക്സാമുകൾ മൊത്തം ഫോക്കസ് ചെയ്യാൻ നോക്കുക. വിദേശത്തേക്കാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ, അതായത് +2 കഴിഞ്ഞിട്ട് വിദേശത്തേക്കാണെന്നുണ്ടെങ്കിൽ +2 പരീക്ഷൻ്റെ ഫോക്കസ് ചെയ്യുക. ഒരു ആക്ഷൻ പ്ലാൻ സെറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടും ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നല്ലതായിരിക്കും. പ്ലാൻ ഇല്ലാതെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെടാൻ സാധ്യത കൂടുതലാണ്. കാരണം പണ്ടത്തെ കോമ്പറ്റീഷൻ ഒന്നല്ല, ഇപ്പോൾ നല്ല കോമ്പറ്റീഷനാണ്. അതിപ്പോൾ ഏത് മേഖലയിൽ എങ്ങനെയൊക്കെ എടുത്താലും ശരി, ഒരുത്തന്നെ താഴ്ത്തി മറ്റവൻ കയറാനേ നോക്കുള്ളൂ. അപ്പോൾ അത്രയൊക്കെ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. നിങ്ങളുടെ കാര്യം നിങ്ങൾ തന്നെ നോക്കിയേ പറ്റൂ. ഫോക്കസ് ഓൺ യുവർ സെൽഫ് ഗൈസ്. മറ്റവനെ നോക്കിയിട്ട് നിങ്ങൾ തുള്ളാന്ന് വന്നു കഴിഞ്ഞാൽ പെട്ടുപോകും. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ചെറുതായിട്ട് അങ്ങോട്ട് അവസാനിപ്പിക്കാം. ബൈ ബൈ.